ദുബായ് ആസ്ഥാനമായുള്ള ബിറ്റ്കോയിൻ മൈനിംഗ് സൊല്യൂഷൻ കമ്പനിയായ മൈനിംഗ് ഗ്രിഡ് ഡിമൈനിംഗ് റേസ് എന്ന ക്ലൗഡ് അധിഷ്ഠിത കമ്മ്യൂണിറ്റി ആപ്പ് ഉപയോഗിക്കുന്നു. വേണ്ടി ഈ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. തുടക്കക്കാർ മുതൽ പരിചയസമ്പന്നരായ പ്രൊഫഷണലുകൾ വരെയുള്ള എല്ലാ തലത്തിലുള്ള കനിത്തൊഴിലാളികൾക്കും ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഉപയോക്തൃ സൗഹൃദവും സുതാര്യവുമായ സംവിധാനവും വിശ്വസനീയവുമാണ്. കൂടാതെ ഈ വശങ്ങളെല്ലാം ഞങ്ങൾ പരിഗണിക്കുകയും അവ നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ക്ലയന്റുകൾക്കും ഈ പിന്തുണ നൽകുന്നു. ഞങ്ങളെ റെഫർ ചെയ്യാൻ കഴിയുന്ന സംതൃപ്തരായ ക്ലയന്റുകൾ സൃഷ്ടിക്കുന്നതിന് കൂടാതെ മറ്റ് കമ്മ്യൂണിറ്റികളിലേക്കും മറ്റ് വിപണികളിലേക്കും ഞങ്ങൾ വ്യാപിപ്പിക്കുന്നു. ഏതൊരു സബ്സ്ക്രൈബറും മൈനിംഗ് ആരംഭിക്കാൻ ആപ്പിലേക്ക് വരുന്നു. നിങ്ങൾക്കറിയാമോ, അവൻ മികച്ച സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അവിടെ അയാൾക്ക് മൈനിംഗിൽ നിന്ന് അധിക പ്രതിഫലം നേടാൻ കഴിയും. കൂടാതെ അയാൾക്ക് തന്റെ മൈനിംഗ് നേരിട്ട് തന്റെ വാലറ്റുമായി ബന്ധിപ്പിക്കാനും കഴിയും. കൂടാതെ പണത്തിനായി പ്രോത്സാഹന വിതരണവും ബിറ്റ്കോയിൻ വിതരണവും വികേന്ദ്രീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഈ പ്രോഗ്രാമിന് അനുയോജ്യമായ ഉൽപ്പന്നം ഞങ്ങൾ ഉപയോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇപ്പോൾ ഞങ്ങൾ ബിറ്റ്കോയിൻ റേസിംഗ് മൂഡ് എന്നൊരു പ്രോഗ്രാം വികസിപ്പിക്കുകയാണ്. ഇത് ഒരു കമ്മ്യൂണിറ്റി കെട്ടിപ്പടുക്കുകയും ആളുകൾക്ക് റിവാർഡുകൾ നൽകുകയും വളരെ ലളിതമായി മൈനിംഗ് ആരംഭിക്കാനുള്ള കഴിവ് നൽകുകയും ചെയ്യുന്നു. അതിനാൽ മൈനിംഗ് സൂപ്പർ റേസ് ആപ്പിൽ അടിസ്ഥാനപരമായി നിരവധി വ്യത്യസ്ത സേവനങ്ങൾ ലഭ്യമാണ്. മൈനിംഗ് റേസ് ആപ്പ് വഴി നിങ്ങൾക്ക് മൈനിംഗിലേക്ക് പ്രവേശനം ലഭിക്കും. നിങ്ങൾക്ക് അധിക റിവാർഡുകളിലേക്ക് പ്രവേശനം ലഭിക്കും. കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കുന്ന ഉപയോക്താക്കൾക്കായി ഞങ്ങൾക്ക് പ്രോത്സാഹന പരിപാടിയുമുണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് മൈനിംഗ് ഗ്രിഡിന്റെ മാർക്കറ്റിംഗ് വിഭാഗവുമായി ഞാൻ ബന്ധപ്പെടുന്നു. ആ മൈനിംഗ് റേസ് ആപ്ലിക്കേഷനെക്കുറിച്ച് അവബോധം വളർത്താൻ ഞങ്ങൾ അവരെ സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള 145-ലധികം രാജ്യങ്ങളിൽ ഞങ്ങൾ വിജയകരമായി എത്തി. പുതിയ ഉപയോക്താക്കളെ ഡെഫി സിസ്റ്റത്തിലേക്കും ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യകളിലേക്കും പരിചയപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ലോകമെമ്പാടുമുള്ള ആളുകൾ ബിറ്റ്കോയിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ആദ്യ തിരഞ്ഞെടുപ്പാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.